തിരൂർ സബ് കളക്ടറായിട്ടുള്ള സാറ് മലപ്പുറം വിഭജിക്കണമെന്ന് പറഞ്ഞ ആവശ്യം അത് ഭരണ സൗകര്യത്തിൻ്റെ പേരിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അജണ്ടയായിട്ടാണ് വിമർശകർ കാണുന്നത്. അപ്പോൾ സാറിന് അതിനെന്താ മറുപടി പറയാനുള്ളത്? അല്ല, ഇപ്പം ഞാനൊരു കോട്ടയംകാരനാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ എനിക്കിതിൽ വലിയ രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അല്ല, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ടേം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നു, മറ്റൊരു പോസ്റ്റിലേക്ക് പോകുന്നു. സോ ഇത് ഒരു ശാസ്ത്രീയമായിട്ടല്ലേ ഞാനിപ്പോൾ 1.5 വർഷത്തിൽ കൂടുതലായിട്ട് മലപ്പുറത്ത് സേവനം അനുഷ്ഠിക്കുന്നു. തിരൂർ സബ് കളക്ടർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ ഒക്കെയുള്ള പോസ്റ്റുകളിൽ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലേ, ഭരണപരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഈ ഇത്രയധികം ജനസംഖ്യയുള്ള, അതേപോലെ ഇത്ര വാസ്റ്റായിട്ടുള്ള അല്ലേ, ഒരു കടലോരം മുതൽ ഹൈ റേഞ്ച് വരെയുള്ള ആ ഒരു വാസ്റ്റ്നെസ് ഡീൽ ചെയ്യാൻ നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലേ. ജനസംഖ്യാപരമായിട്ട് മാത്രം നോക്കിയാൽ അപ്പം നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ സെൻസസ് നടക്കുന്നത് 2011-ലാണ്, 15 വർഷം മുമ്പാണ്. അന്നത്തെ ജനസംഖ്യ നോക്കിയാൽ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയായിരുന്നു രണ്ടാമത്. തിരുവനന്തപുരം ജില്ലയേക്കാൾ 10 ലക്ഷത്തോളം ജനസംഖ്യ അന്ന് തന്നെ മലപ്പുറത്ത് കൂടുതലുണ്ട്. അതേപോലെ മറ്റ് ജില്ലകളായിട്ട് കമ്പയർ ചെയ്താൽ ജനസംഖ്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള 4 ജില്ലകൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്. ഈ 4 ജില്ലകളിലെ ആകെ ജനസംഖ്യ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട്. 2011 സെൻസസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ആ രീതിയിൽ 4 കളക്ടർമാരുള്ള അല്ലേ, അത്രയധികം സംവിധാനങ്ങളുള്ള 4 ജില്ലകളുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത്രയധികം ജനങ്ങൾക്ക് ഒരൊറ്റ കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എത്ര പരിമിതമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. സോ ഭരണ സൗകര്യപരമായിട്ട് അതിലുപരി ജനങ്ങളുടെ സൗകര്യം നമ്മൾ കണക്കിലാക്കുമ്പോൾ അല്ലേ, ഇപ്പം പൊന്നാനിയിലുള്ളൊരു വ്യക്തി മലപ്പുറം കളക്ടറേറ്റിൽ പോയി വരണമെങ്കിൽ ഒരു മുഴുവൻ ദിവസത്തെ പരിപാടിയാണത്. സോ ആ രീതിയിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് വികേന്ദ്രീകൃതമായിട്ട് സേവനങ്ങൾ നൽകുക എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ആശയം തന്നെ. പ്രത്യേകിച്ചും നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയത് അധികാര വികേന്ദ്രീകരണം എന്നുള്ള ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. സോ ആ രീതിയിൽ ജനങ്ങൾക്ക്, മറ്റ് ജില്ലകളിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അതേ സേവനങ്ങൾ തന്നെ മലപ്പുറത്തുള്ള മനുഷ്യർക്കും ലഭിക്കണം. സോ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളാണുള്ളത്. അത് കാസർഗോഡ് 5 എണ്ണം മാത്രമേ ഉള്ളൂ, വയനാട്ടിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം വയനാട് കളക്ടർക്കോ കാസർഗോഡ് കളക്ടർക്കോ ഉള്ളതിൻ്റെ ഒരു 4 ഇരട്ടി കോംപ്ലക്സിറ്റിയാണ് മലപ്പുറത്ത് ഒരു ഒറ്റ ഭരണസിരാ കേന്ദ്രത്തിൽ നമുക്ക് ഇലക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. സോ കുറച്ചുകൂടി മാനേജബിൾ ആയിട്ടുള്ള എന്താ പറയുക, ഇത്രയധികം ജനങ്ങൾക്ക് കാറ്റർ ചെയ്യാൻ ഒന്നിലധികം ഭരണസിരാ കേന്ദ്രങ്ങളുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യമുള്ളതെന്ന്. അപ്പം മലപ്പുറം വിഭജിക്കണം എന്നാകണമെന്നില്ല, അത് പല രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ. ഈ പറഞ്ഞ മലപ്പുറവും തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുറച്ചുകൂടി ഇത്രയധികം ജനങ്ങളില്ലാത്ത ഒരു 7 or 8 നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ജില്ലയിൽ വരുന്ന രീതിയിൽ പുനഃക്രമീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് പല മുൻമാതൃകകളുമുണ്ട്. തെലങ്കാനയിൽ ഈ അടുത്താണ് ജില്ലകൾ ഡിവൈഡ് ചെയ്യുന്നത്. പഞ്ചാബിൽ 2-3 പുതിയ ജില്ലകൾ കഴിഞ്ഞ വർഷം സൃഷ്ടിക്കുകയുണ്ടായി. സോ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, കേരളത്തിൽ പോലും ഇതൊരു പുതിയ കാര്യമല്ല. ഇതേ രീതിയിൽ ആലോചിച്ചാണ് വലിയ ഒരു ജില്ലയായിരുന്ന കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ചെയ്യുന്നത്. സോ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ്. സോ പത്തനംതിട്ടയിലും കാസർഗോഡും ഒക്കെ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്, അതേ പ്രശ്നങ്ങൾ തന്നെ മലപ്പുറത്തും നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രമാണ് ഞാൻ ആ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.